പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, സർവത്തിൻ്റെ ഉറവിടമായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്തുതിക്കുന്നപ്പാ, അങ്ങേ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുനാഥ, ഞങ്ങൾക്കായി ബലിയായി തീർന്ന ഈശോനാഥ, അങ്ങേ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ 3 മണി സമയം വരെയും ഞങ്ങളെ കരുതിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവായ ഈശോനാഥ, പാപികളായി ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനായി പരിഹാസ രാജാവായി മാറ്റപ്പെടുകയും ആണികളാൽ തറയ്ക്കപ്പെടുകയും ചെയ്ത കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ തരികയും ഞങ്ങളുടെ യാത്രകളിൽ സഹയാത്രനായി അവിടുന്ന് കൂടെ ഇരിക്കുകയും ദൈവസ്നേഹത്തിൽ ഞങ്ങളെ സ്നേഹത്തോടെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത ആ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു നാഥ. ഇന്ന് പ്രാർത്ഥിച്ച് വചനമെടുത്ത് ധ്യാനിച്ചു. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനഭാഗം വായിച്ചു. ഇതിൽ 2-ാം വാക്യം വായിച്ചാൽ നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു വാക്കാണ് കർത്താവിൻ്റേത്. അവിടെ ആഴമേറിയ ഒരു മനുഷ്യ സ്നേഹം കാണാം. എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു എന്ന വാക്ക്. അവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, നാം എപ്പോഴും മറ്റുള്ളവരെയോ ആർഭാടങ്ങളോ അല്ല നോക്കേണ്ടത്, ചിന്തിക്കേണ്ടതും. നാം മറ്റുള്ളവരെ സ്നേഹിക്കുക, ഉള്ളതിൽ പങ്കില്ലാത്തവർക്ക് കൊടുക്കുവാൻ പഠിക്കണം. കൊടുക്കുന്നത് മറ്റുള്ളവർ കാണാനോ അറിയാനോ ഇടവരാതിരിക്കുന്നത് നന്ന്. അതുപോലെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശോയോട് സമർപ്പിക്കണം. അതിന് മാതൃക ഇവിടെ ഈശോ ആ 7 അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നത് കാണാം. അതുപോലെ നമുക്കുള്ളതിൽ പങ്ക് പ്രാർത്ഥിച്ചു കൊടുത്താൽ ഇവിടെ ജനം ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്നത് 7 കുട്ട നിറയെയാണ്. അതുപോലെ പ്രാർത്ഥിച്ചു കൊടുത്താൽ നമുക്കും ബാക്കി ശേഖരിച്ചു വയ്ക്കാൻ കർത്താവ് ഒരുക്കും. ഈ കരുണയുടെ സമയം നാഥ, ഈ വചനം തരുകയും ചിന്തിപ്പാൻ കൃപ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തതിനായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അവിടുത്തെ വത്സലപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.